യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം: ഭയത്തിൽ നിന്നും വിശ്വാസത്തിൽ വളരുന്ന ജീവിതം. ഇന്നത്തെ ധ്യാനത്തിനായുള്ള തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിനു സഹായിക്കണമേ എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം പലപ്പോഴും പലതിനെയും ഭയപ്പെടാറുണ്ട്. രോഗത്തെക്കുറിച്ചുള്ള ഭയം, മരണത്തിൻ്റെ ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം എന്നിങ്ങനെ പലതും മനുഷ്യർ ഭയപ്പെടാറുണ്ട്. നാം എന്തിനെ ഭയക്കണം എന്നും എന്തിനൊക്കെ ഭയപ്പെടേണ്ട എന്നും വചനം നമ്മെ ഇന്നും വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലെ ഭാരങ്ങളെയും മറ്റ് മനുഷ്യരെയും ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൻ്റെ സകല ഭയത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ജീവിതമാണ് യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം നമ്മിൽ നിന്നും ഭയത്തെ പുറത്താക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മെ ക്രിസ്തുവിൽ ധൈര്യപ്പെടുത്തുന്നു. എന്നാൽ നമുക്ക് വേണ്ടുന്ന ഒരു ഭയമാണ് ദൈവഭയം, അല്ലെങ്കിൽ യഹോവ ഭക്തി. ദൈവഭയമുള്ള ജീവിതമാണ് മറ്റെല്ലാ ഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നത്. ദൈവത്തെ ഭയഭക്തിയോടെ അനുഗമിക്കാത്തതാണ് നമ്മെ വിശ്വാസത്തിൽ ബലഹീനമാക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. നാം ഭയപ്പെടേണ്ടത് പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തെയാണ്. ആ ദൈവഭയം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. സങ്കീർത്തനം 34-ൽ ദൈവം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ദൈവഭയമാണ് നമ്മെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ച് ഒരു കുറവുമില്ലാത്ത തൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നാം ഒരനർത്ഥവും ഭയപ്പെടില്ല എന്ന് വിശ്വാസത്തോടെ മുന്നേറുവാൻ കഴിയുന്നത് ദൈവഭയമുള്ള ജീവിതം നയിക്കുമ്പോഴാണ്. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ക്രിസ്തു ദൈവപുത്രനായിട്ടും ഭയഭക്തിയുള്ള ജീവിതം നയിച്ചു എന്ന് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്തു തന്നെ മരണത്തിൽ നിന്നു രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ക്രിസ്തു തന്നെയായിരിക്കട്ടെ നമ്മുടെ മാതൃക. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം നോഹയുടെ വിശ്വാസത്തെക്കുറിച്ച് കാണുമ്പോൾ നോഹ എന്തുകൊണ്ട് പെട്ടകം പണിതു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടായിരുന്നു നോഹ പെട്ടകം പണിത് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അങ്ങനെ ദൈവഭയത്തിൽ
വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ഭയപ്പെടാതെ കർത്താവെ, അങ്ങയെ ഭയപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ ദാസരാകുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ദൈവഭയത്തിൽ വിശുദ്ധിയിൽ അനുദിനം വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.